ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓപ്റ്റിമൽ ഹെൽത്ത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അഥവാ ന്യൂട്രിയൻസ് അഥവാ പോഷകാഹാരം നമുക്ക് ബ്രോഡായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ അളവിൽ വളരെ കുറച്ച് മതി, മില്ലിഗ്രാം മൈക്രോഗ്രാമിൽ അളവിൽ മതി. വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതേസമയം മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാം, ലിറ്റർ കണക്കിലേക്കാണ് നമുക്കൊരു ദിവസം ആവശ്യമായിട്ടുള്ളത്. ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് വെള്ളം. നമ്മൾ ഓരോ 20 കിലോ ബോഡി വെയിറ്റ് ഉള്ളൊരു വ്യക്തി 1 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 60 കിലോ ബോഡി വെയിറ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ശരാശരി 3 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതാണ്. കാർബോഹൈഡ്രേറ്റ്, അന്നജം വിഘടിച്ചിട്ടാണ് പഞ്ചസാരയായിട്ട് മാറുന്നത്. കൊഴുപ്പ് വിഘടിച്ചിട്ടാണ് ഫാറ്റി ആസിഡായിട്ട് മാറുന്നത്. പ്രോട്ടീൻ വിഘടിച്ചിട്ടാണ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് അമിനോ ആസിഡായിട്ട് മാറുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം എത്ര അളവിൽ കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം നമ്മുടെ ശരീരം കണക്കാക്കുന്നത് കാലറീസിലാണ്. കാലറീസ് എന്ന് പറയും 20 കാലറിയാണ് 1 കിലോ ബോഡി വെയിറ്റുള്ള വ്യക്തിക്ക് ഒരു ദിവസം ശരാശരി വേണ്ടത്. അതായത് 1 കിലോ ബോഡി വെയിറ്റിന് 20 കാലറി മതി എന്നുള്ളതാണ്. അപ്പോൾ ശരാശരി ഒരു 60 കിലോ തൂക്കമുള്ളൊരു ഭാരമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എത്ര കാലറീസ് ഒരു ദിവസം വേണമെന്ന് വെച്ചാൽ 60 × 200 ശരാശരി 1200 കാലറീസ് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. 70 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 70 × 20 കാലറി എത്രയായി? 1400 കാലറീസ് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടിയാൽ മതി എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. ഇതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേൺ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ വേറെ എന്തെങ്കിലും അതർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ശരാശരി ഒരു വ്യക്തിക്ക് 1 കിലോ ബോഡി വെയിറ്റിന് നമുക്ക് 20 കാലറിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.